ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5-ലെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്, മെത്തേഡ്സ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് കപ്പാസിറ്റർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കറിയാം, പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെ എ സി സർക്യൂട്ടിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വേവ് ഫോമിൻ്റെ കൊസൈൻ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഫാക്ടറിൽ രണ്ട് ടൈപ്പ് നേച്ചറാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ലാഗിങ് പവർ ഫാക്ടർ അല്ലെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് കണക്ട് ചെയ്യുന്ന ലോഡിൽ ഇൻഡക്റ്റീവ് കോയിൽസ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മോട്ടറോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയാം. അപ്പോൾ ദ സർക്യൂട്ട് ഈസ് ഇൻഡക്റ്റീവ്, ദ കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് പവർ ഫാക്ടർ ഈസ് റെഫർ ടു ലാഗിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു. ആരെ ലാഗ് ചെയ്യുന്നു? വോൾട്ടേജിനേക്കാൾ ലാഗ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് പവർ ഫാക്ടർ ഷുഡ് ബി ലാഗിങ്ങും. ഹൗവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ലീഡ് ദ വോൾട്ടേജ് ആൻഡ് പവർ ഫാക്ടർ ഈസ് ലീഡിങ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, പവർ ഫാക്ടർ ലാഗിങ്ങും ലീഡിങ്ങും. അപ്പോൾ നമുക്കിതിൽ ഇവിടുത്തെ ഒരു കോമ്പോണൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വോൾട്ടേജിൻ്റെ വേവ് ഫോം ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ ഐ കോസ് തീറ്റ, ഐ സൈൻ തീറ്റ. ഓക്കെ, ഫൈ എന്ന് പറയുന്നതാണ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ദം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെറും ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമ്പണൻറ്റ് ഐ കോസ് ഫൈ എന്ന് പറയുന്നത് ആക്റ്റീവ് കോമ്പണൻറ്റ് ഓർ വാട്ട്ഫുൾ കോമ്പണൻറ്റ് എന്നാണ് നമ്മളതിന് പറയുക. ഓക്കെ, ഐ കോമ്പണൻറ്റ് ഈസ് നോൺ ആസ് ആക്റ്റീവ് ഓർ വാട്ട്ഫുൾ കോമ്പണൻറ്റിന് നമ്മൾ പറയുക ഐ കോസ് ഫൈ എന്ന് പറയുന്നത്. ഐ സൈൻ ഫൈ എന്ന് പറയുന്നതാണ് നമ്മൾ റിയാക്റ്റീവ് കോമ്പണൻറ്റ് ഓർ വാട്ട്ലെസ് കോമ്പണൻറ്റ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പവർ ഫാക്ടർ കറക്ഷൻസിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്, ഐ കോസ് ഫൈയും ഐ സൈൻ ഫൈനെ കുറിച്ച് അറിയണം. പവർ ഫാക്ടർ കോസ് ഫൈനെ കുറിച്ച് നമുക്കറിയണം. അതേപോലെ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫൈ ആണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ കോസ് ഫൈ ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഈസ് ഇൻ ഫേസ് വിത്ത് വി. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ ആംഗിൾ ഡിഫറൻസ് ഒന്നുമില്ല. കോസ് ഫൈ എന്ന് പറയുന്നത് ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എങ്ങനെ ട്രാവൽ ചെയ്തിരിക്കുന്നോ അതേ വേവ് ഫോമിൽ തന്നെ നമ്മൾ കറണ്ട് ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻ ഫേസ് എന്ന് പറയാം. അപ്പോൾ പിന്നെ സൈൻ ഫൈ ഈസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് വി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ ഒരു ഗ്രാഫ് കൊണ്ട് ഇവിടെ ഇങ്ങനെ താഴത്തേക്കാണ് വരുന്നത് ഐ സൈൻ ഫൈ എന്ന് പറയുന്ന ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ഓഫ് വി എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഞാൻ പറഞ്ഞ അടുത്ത പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എങ്ങനെയാണ് കപ്പാസിറ്റർ ഉപയോഗിച്ച് പവർ ഫാക്ടർ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകണം എന്നുള്ളത് നോക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് കോസ് കോമ്പണൻറ്റും ഇതാണ് സൈൻ കോമ്പണൻറ്റും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഫൈ എന്നുള്ള ആംഗിളിനെ വേരിയേഷൻ ചെയ്യുന്നതിൻ്റെ വാല്യൂവിൽ മേജർ ആരാ ചെയ്യുന്നത്, ഐ സൈൻ ഫൈ എന്നുള്ള കോമ്പോണൻ്റ് ആണ് വേരി ചെയ്യുന്നത്, അതായത് റിയാക്റ്റീവ് കോമ്പോണൻ്റ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്റ്റീവ് കോമ്പോണൻ്റ്, ഐ സൈൻ ഫൈ എന്ന് പറയുന്നത് റിയാക്റ്റീവ് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ റിയാക്റ്റീവ് കോമ്പോണൻ്റ് ആണ് ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റീവ് കോമ്പോണൻസ് ഈസ് ദ മെഷർ ഓഫ് പവർ ഫാക്ടർ ഇഫ് ദ റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ഈസ് സ്മോൾ. ഓക്കെ, അതായത് റിയാക്റ്റീവ് കോമ്പോണൻറ്റ് എന്നുള്ള ഈ ഐ സൈൻ ഫൈ എന്നുള്ള വാല്യൂ ചെറുതാണെങ്കിൽ ഫേസ് ആംഗിൾ ഫൈ ഈ സ്മോൾ. അപ്പോൾ എന്താവും, ഞാൻ നേരത്തെ പറഞ്ഞു ഐ സൈൻ ഫൈയുടെ മാഗ്നിറ്റ്യൂഡിന് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഫൈ വാല്യൂ മാറുന്നത്. അപ്പോൾ ഐ സൈൻ ഫൈയുടെ വാല്യൂ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫേസ് ആംഗിൾ ഫൈയും ചെറുതാവും. ഫൈ ചെറുതാണെന്ന് കഴിഞ്ഞാൽ പവർ ഫാക്ടർ വിൽ ബി ഹൈ. ഓക്കെ, അത് നമുക്കറിയാം. കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1ഉം കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0യും ആണ്. അപ്പോൾ ആംഗിൾ ചെറുതാണെങ്കിൽ പവർ ഫാക്ടറിൻ്റെ കാര്യം വലുതായിരിക്കും, ആംഗിൾ വലുതാണെങ്കിൽ പവർ ഫാക്ടർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സെൻറ്റൻസ് നന്നായിട്ട് ഓർത്ത് വെക്കണം. ഇഫ് ദ റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ഈസ് സ്മോൾ, റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ചെറുതാണെങ്കിൽ അതിൻ്റെ ആംഗിളും ചെറുതായിരിക്കും, ഫൈ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അങ്ങനെ ഫൈ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടറിൻ്റെ കോസ് ഫൈയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള വൈസ് വൈസ് നേരെ തിരിച്ചുള്ളത് പഠിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ കോമ്പോണൻറ്റ് റിയാക്റ്റീവ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ചെറുതാണെങ്കിൽ ഫൈ ചെറുതാണ്, ഫൈ ചെറുത് കഴിഞ്ഞാൽ പവർ ഫാക്ടർ
വലുതാകും. ഓക്കെ, ഇതാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒ എ എന്ന് പറയുന്നത് ആക്റ്റീവ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒ ബി എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിന്, അല്ല എ ബി എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിന്, ഒ ബി എന്ന് പറയുന്നത് അപ്പാരന്റ് പവർ. ഓക്കെ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കോസ് ഫൈയുടെ വാല്യൂ കിട്ടും. അതേപോലെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള കുറേ ഫോർമുലയുണ്ട്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് ഉണ്ട്. പവർ ഫാക്ടർ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആർ ബൈ സെറ്റ് ഉണ്ട്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോസ് ഫൈ പവർ ഫാക്ടർ കിട്ടും. ഇനി ഒരു പവർ ഫാക്ടറുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 200 വോൾട്ട് ഉണ്ട്, 0.8 ലാഗിങ് ആണ്, 10 ആംപിയർ തരണമെന്നുണ്ടെങ്കിൽ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ, വി ഐ മാത്രമാണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ വി ഐ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ കറണ്ട് 200 × 10 ഇറ്റ് വിൽ ബി 2000 വി ഐ. ഓക്കെ, അതാണ് അപ്പാരന്റ് പവർ. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വി ഐ കോസ് ഫൈ. ഓക്കെ, വി ഐ കോസ് ഫൈ. അപ്പോൾ കോസ് 5 ആണ് 0.8 തന്നിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് പവർ ഫാക്ടർ 0.8 തന്നിട്ടുണ്ട്. അപ്പോൾ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് 5 ചെയ്യുമ്പോൾ 200 × 10 × 0.8 1600 വാട്ട്സും. റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ കോസ് 5 എന്ന് പറയുന്നത് 0.6 ആണ്. ഇതിൽ നിന്ന് 5 = കോസ് ഇൻവേഴ്സ് ഓഫ് 0.8 കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളിന്റെ സൈൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് റിയാക്റ്റീവ് പവർ കോമ്പണന്റ് കിട്ടുന്നത്, ഈ 0.6 എന്നിട്ട്. അപ്പോൾ 1200 VAR, മറ്റേ റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് വാറിനാണെന്ന് അറിയാം. അപ്പോൾ പവർ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും മാറുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണേ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ. ലോ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, പവർ P = VL/IL cos φ. ഓക്കെ, ഒരു സിംഗിൾ ഫേസ് സപ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ P = VL/IL cos φ. L എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണെന്ന് കാണിക്കാനാണ് VL/IL cos φ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് IL സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ P/VL × cos φ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ cos φ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IL ആണ്. അപ്പോൾ cos φയുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ എന്താവും? ലൈൻ കറന്റ് കുറയും. cos φയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാലോ ലൈൻ കറന്റിന്റെ വാല്യൂ കൂടും. അപ്പോൾ അതേ തന്നെ 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ P = √3 × VL/IL cos φ എന്ന് കിട്ടും. അതിന് IL എന്ന് പറയുന്നത് എന്തായിരിക്കും? P/√3 VL cos φ എന്നായി കിട്ടും. അപ്പോൾ ഇവിടെയും ആര് തമ്മിലുള്ള റിലേഷൻ IL-ഉം cos φ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി ഇതുകൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നോക്കാം. പവർ ഫാക്ടർ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നോക്കാം. അപ്പോൾ ലാർജ് മെഷീനിൽ റേറ്റിംഗ് ഒക്കെ KVA-യിലാണ് അറിയപ്പെടുക. അപ്പോൾ ജനറേറ്ററൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 62.5 kVA അല്ലെങ്കിൽ 82 kVA അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കുക. ട്രാൻസ്ഫോമർ ആയാലും ആൾട്ടർനേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ KVA റേറ്റിംഗിലാണ് നമ്മൾ വായിക്കുക. അപ്പോൾ KVA എന്ന് പറയുന്നത് എന്താണ്? kW/ cos φ ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. അപ്പോൾ ഈ പവർ ഫാക്ടറും KVA തമ്മിൽ എന്താണ്? വീണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. cos φ കുറഞ്ഞു കഴിഞ്ഞാലോ KVA റേറ്റിംഗ് കൂടും. അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ KVA റേറ്റിംഗ് കൂടിയുള്ള സാധനം നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ആ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ എന്തായി വളരെ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പവർ ഫാക്ടർ കൂടിയ വാല്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള KVA വളരെ കുറവ് മതി. അതാണ് ആദ്യത്തെ. അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ KVA റേറ്റിംഗ് നമ്മൾ കൂടുതലുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങും. പിന്നെ ഗ്രേറ്റർ കണ്ടക്ടർ സൈസ് ടു transmit or distribute a fixed amount of power at a constant voltage, the conductor have to carry more current at a low power factor. ഇപ്പോൾ നോക്കിയാൽ P = VI cos φ. അപ്പോൾ ഇതിൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? പവർ ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഐനെ എങ്ങനെ കൊണ്ടുവരാം? P/V × cos φ എന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, പവർ ഫാക്ടറിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ കറന്റ് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് കേപ്പബിലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റിയിലുള്ള കണ്ടക്ടർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കണ്ടക്ടർ സൈസിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ലാർജ് കോപ്പർ ലോസ്, കറണ്ട് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം I² ലോസ് കൂടും. അപ്പോൾ ഹീറ്റായിട്ട് കുറേ
പോവും. പിന്നെ പുവർ വോൾട്ടേജ് റെഗുലേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാർജ് കറന്റ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ കോസ് ഗ്രേറ്റർ വോൾട്ടേജ് ഡ്രോപ്സ് ഇൻ ഓൾട്ടർനേറ്റർ. ലാർജ് കറന്റ് അറ്റ് ലാഗിങ് പവർ ഫാക്ടറിൽ ലാർജ് കറന്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ അധികം വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാത്തിലും സംഭവിക്കും. അപ്പോൾ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ കുറവായിരിക്കും. അതാണ് ഇവിടെ പുവർ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ റെഡ്യൂസ്ഡ് ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ലാഗിംഗ് പവർ ഫാക്ടർ എന്ത് ചെയ്യും? റെഡ്യൂസ് ദ ഹാൻഡിലിംഗ് കപ്പാസിറ്റി ഓഫ് ദി എലമെന്റ്സ് ഇൻ ദി സിസ്റ്റം. ഏത് എലമെന്റ്സിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നത്? ജനറേറ്റർ, ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇറ്റ് ഈസ് ബിക്കോസ് ദ റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് കറന്റ് പ്രിവെന്റ് ഫുൾ യൂട്ടിലൈസർ ഓഫ് ദി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റിയാക്റ്റീവ് പവറിന്റെ കോമ്പോണന്റ് എന്ത് ചെയ്യുന്നുള്ളൂ? ആ സിസ്റ്റത്തിന്റെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിക്കാതെ തടുക്കുന്നു. എന്ത് കാരണം കൊണ്ട്? ഈ ഒരു പവർ ഫാക്ടറിന്റെ ലോ പവർ ഫാക്ടർ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിൽ നമ്മൾ കുറച്ച് മെത്തേഡ്സ് ആണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇത് നമ്മുടെ ഒരു സർക്യൂട്ട് ലോഡാണ്. ഓക്കെ, ലോഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മെഷീൻസ് എല്ലാം KVA റേറ്റിംഗിൽ പറയാൻ ഒരേ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഡിലുള്ള കോസ്ഫയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ലോഡുകാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് അനുസരിച്ചാണ് ഈ പവർ ഫാക്ടർ വേരി ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷീൻസ് റേറ്റിംഗ് എല്ലാം KVAയിലായതുകൊണ്ട് മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വോൾട്ടേജ് ഉണ്ട്, V ഉണ്ട്, കറണ്ട് I ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളൊരു കറണ്ടാണ് I എന്നുള്ളത്. ഇനി നമ്മൾ പവർ ഫാക്ടറിൽ ലോ പവർ ഫാക്ടറിൽ നിന്നും പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പുതിയിട്ട് ഒരു കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ട് ഐഡിയ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ആവുന്ന കറണ്ടാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഉള്ളതും IC എന്ന് പറഞ്ഞുള്ള കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഉള്ള കറൻറ്റുമാണ് ഇവിടെ I' എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് നോക്കിയാൽ നേരത്തെ V എന്നുള്ളൊരു കറൻറ്റ് ഫ്ലോ ആയിക്കൊണ്ടിരുന്നു, വോൾട്ടേജ് ഫ്ലോ ആയിക്കൊണ്ടിരുന്നു. അവിടെ I എന്നുള്ള കറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ∅1 ആണെന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ IC എന്നുള്ള കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല IC കപ്പാസിറ്ററിലൂടെ ഫ്ലോ ആകുന്ന കറണ്ട് IC അതിൽ ആക്ട് ആയി കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കറണ്ട് Iയിൽ നിന്നുള്ളത് ഇപ്പോൾ I' ആയിട്ട് അത് ഇമ്പ്രൂവ് ആയി. അപ്പോൾ നോക്കിയേ, cos ∅1ന്റെ ആംഗിളും cos ∅2ന്റെ അല്ലെങ്കിൽ ∅1ഉം ∅2ന്റെ ആംഗിൾ നോക്കിയേ. ഇതിൽ ഏത് ആംഗിളാണ് കൂടുതൽ? ∅1 ആണ് കൂടുതൽ അല്ലേ? ഏത് ആംഗിളാണ് കൂടുതൽ? ∅1 ഉണ്ട്, ∅2 ഉണ്ട്. ഇതിൽ ഏത് ആംഗിളാണ് കൂടുതൽ? ∅1 ആണ്. ∅1 എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു? I ആയിരുന്നു. ∅2 എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തപ്പോൾ IC എന്നുള്ള കറണ്ട് ഫ്ലോ ആയത് കാരണം കൊണ്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ I'-ലുള്ള ∅2 വാല്യൂ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി, പുതിയതായിട്ട് നമ്മൾ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ആംഗിളിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ഫാക്ടർ നമ്മൾ ഇംപ്രൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ലോ പവർ ഫാക്ടർ മെയിൻലി യൂസ് ടു ദി മോസ്റ്റ് ഓഫ് ദി പവർ ലോഡ് ഓഫ് ഇൻഡക്റ്റീവ് ലോഡ് അവിടെ ഉണ്ടാവുന്നു. സോ അതിന് ലാഗിങ് ആണ് നടക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലീഡിങ് പവർ ഫാക്ടർ ഷുഡ് ബി കണക്റ്റഡ് പാരലൽ വിത്ത് ദി ലോഡ്. ആ ലീഡിങ് പവർ ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ പാരലലി കണക്ട് ചെയ്തത്. അപ്പോൾ വൺ സച്ച് ഡിവൈസ് ഈസ് കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ അവിടെ ലീഡിങ് പവർ ഫാക്ടർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആരെ കണക്ട് ചെയ്യണം? കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ആ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരെണ്ണം ലാഗിങ്ങിൽ പോകുന്നു, അതിൻ്റെ ഒപ്പം ലീഡിങ്ങിലേക്ക് ഒരെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള റിസൾട്ടൻ്റ് വാല്യൂസ് ആണ് നമുക്കിവിടെ കിട്ടാം. ഓക്കെ, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് ടേമിലുള്ള കാര്യത്തിൽ നമ്മൾ അവിടെ ഇപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസം വരുന്നില്ല. I cos ∅' ഈസ് ഈക്വൽ ടു I' cos ∅2. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. cos ∅2. ഇനി നമ്മൾ നോക്കിയ റിയാക്റ്റീവ് പവറിലാണ് മാറേണ്ടത്. നേരത്തെ നമ്മൾ ആ ഗ്രാഫിൽ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് കോസ് ടേമും ഇത് സൈൻ ടേമുമാണ്. അപ്പോൾ ഈ വാല്യൂസ് ആണ് നമുക്ക് ചേഞ്ച് ആവേണ്ടതാണ്. അപ്പോൾ I' sin ∅2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെയുള്ള I sin ∅1. ഓക്കെ, അതാണ് I sin ∅1. ഇവിടുത്തെ ഈ I sin ∅1 മൈനസ് IC. ഈ കപ്പാസിറ്റർ അതിലൂടെ ചേർന്നുമ്പോൾ വാല്യൂസ് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് ഇവിടെ വാല്യൂ വരിക. അപ്പോൾ I വെച്ചിട്ടുള്ള ഇക്വേഷൻ കിട്ടി. അതിനൂടെ വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കിട്ടി. ഇനി അവിടെ നോക്കിയേ, I' sin ∅2 ഈസ് ഈക്വൽ ടു I sin ∅ മൈനസ് IC. അവിടെ നിന്ന് എന്ത് കിട്ടി? V I' sin 2 ഈസ് ഈക്വൽ ടു V into I sin
phi1 minus V into IC. അപ്പോൾ അവിടെ നോക്കിയേ, the net KVR after power factor correction. ഇതാണ് ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ലാഗിങ് KVR ബിഫോർ പവർ ഫാക്ടർ മൈനസ് ലീഡിങ് KVR ഓഫ് ദി എക്യുപ്മെന്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടെയുള്ളത്. അതെന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് മൈനസ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത എക്യുപ്മെന്റിന്റെ വാല്യൂ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയത് കിട്ടുന്നത്. ഇങ്ങനെയാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവുന്നത്. ഓക്കെ, ഇനി കപ്പാസിറ്റർ എന്ന് പറഞ്ഞുള്ള എക്യുപ്മെന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ ചെയ്യാന്നുള്ളത് 3 രീതിയിൽ നമുക്ക് ചെയ്യാം. സ്റ്റാറ്റിക് കപ്പാസിറ്റർ, സിങ്ക്രോണസ് കണ്ടൻസർ, ഫേസ് അഡ്വാൻസർ. സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കപ്പാസിറ്ററിനെ തന്നെയാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലുള്ള മെഷീനാണ്. ഫേസ് അഡ്വാൻസർ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ലോഡ് ഡെൽറ്റ ആയിക്കോട്ടെ, സ്റ്റാർ ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ലാഗിങ്ങിൽ പോകുന്ന പവർ ഫാക്ടറിനെ നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റും കൂടെ ചേർത്തിട്ട് അതിനെ ലീഡിങ്ങിലാക്കി കൊണ്ടുവരാം. ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗിങ്ങിൽ എത്രത്തോളം കുറയുന്നു അതിനുള്ള വാല്യൂസ് കൂട്ടി നമ്മൾ അതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് അതിൽ മെയിൻ ചെയ്തത്. അപ്പോൾ ഇതിൽ സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കാം. സ്റ്റാറ്റിക് എന്നുള്ള വേർഡിനുള്ള അർത്ഥം തന്നെ വിത്ത് ഹാവ് നോ മെക്കാനിക്കൽ മൂവ്മെന്റ്സ്. നമുക്കറിയാം, ഇതുപോലത്തുള്ള കപ്പാസിറ്റർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ വേണ്ടൂ, കണക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് വേണ്ടൂ. ദ പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദി കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ വിത്ത് ദ എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ പാരലായിട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ആ ലാഗിങ്ങിലുള്ള പ്രോപ്പർട്ടി അത് കളയുന്നു. ശരിക്കും നമ്മൾ എപ്പോഴും ലാഗിങ്ങിലുള്ള സാധനത്തിൽ ആരെയാണ് കണക്ട് ചെയ്യുക? കപ്പാസിറ്ററിനെയാണ് കണക്ട് ചെയ്യുക. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കിയാൽ? ലോസ് കുറവാണ്. അത് എന്ത് കാരണം കൊണ്ട്? അതിൽ വേറെ പ്രത്യേകിച്ചായിട്ടുള്ള മൂവ്മെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളില്ല. പിന്നെ അത് എനർജി അബ്സോർബ് ചെയ്യുന്ന വെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോ ലോസസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഇല്ല, റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ല, ഈസി ക്യാൻ ബി ഇൻസ്റ്റാൾഡ്, ദർ ഇസ് നോ ഫൗണ്ടേഷൻ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻ മെഷേഴ്സും അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഇത് ആവശ്യമില്ല. ക്യാൻ ബി വർക്ക് അണ്ടർ ദ ഓർഡിനറി അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ. ഏത് ഓർഡിനറി അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലും അത് വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഷോർട്ട് സർവീസ് റേഞ്ചസ് ഓഫ് 8 to 10 years. ഓക്കെ, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈസിലി ഡാമേജ് വിത്ത് വോൾട്ടേജ് എക്സീഡ് ദ റേറ്റഡ് വാല്യൂ. റേറ്റഡ് വാല്യൂനേക്കാൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും പോകും. വൺസ് ദ കപ്പാസിറ്റി ഈസ് ഡാമേജ്, റിപ്പയർ ഈസ് അൺഎക്കണോമിക്കൽ. ഇപ്പോൾ ഒരു മോട്ടർ അല്ലെങ്കിൽ റോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്നത് ഇത് മാത്രം നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ കപ്പാസിറ്റർ ഇപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തു, ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ റിപ്പയർ നടക്കില്ല, വി ക്യാൻ റീപ്ലേസ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ അടുത്തത് സിങ്ക്രോണസ് കണ്ടൻസർ. ഓക്കെ, ഈ സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയുന്നതും അത് കപ്പാസിറ്ററായിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു വോൾട്ടേജ് വി ഉണ്ടായിരുന്നു. ആ സമയത്ത് ലോഡ് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് IL എന്നുള്ള ലോഡ് കറണ്ട് ഉണ്ട്. ആ സമയത്ത് നമുക്ക് φL എന്നുള്ള പവർ ഫാക്ടർ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ സിങ്ക്രോണസ് കണ്ടൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിങ്ക്രോണസ് കണ്ടൻസർ ഇറ്റ് വിൽ ഇൻജെക്റ്റഡ് IM എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇൻജെക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ IM എന്നുള്ള വാല്യൂ നമുക്ക് ആ ഒരു സിങ്ക്രോണസ് കണ്ടൻസർ വഴി നമുക്ക് തരണു എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ILൻ്റെ അഡീഷൻ കാരണം കൊണ്ട് നേരത്തെ നിന്നുള്ള IL നിന്നും എവിടേക്ക് ഷിഫ്റ്റ് ആവുന്നു? Iയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. നമുക്ക് എപ്പോഴും അറിയാം ഫേസർ സമ്മാണ് നമ്മൾ എടുക്കുക. ആ ഫേസർ സം എടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നേരത്തെ ലാഗിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്ന പവർ ഫാക്ടർ ഇപ്പോൾ എന്ത് ചെയ്തു? ആ ലാഗിങ്ങിൻ്റെ അളവ് ഫൈയുടെ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സിങ്ക്രോണസ് കണ്ടൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ സിങ്ക്രോണസ് കണ്ടൻസർ എന്താണെന്ന് നോക്കണം. സിങ്ക്രോണസ് മോട്ടർ ടേക്കിംഗ് ദ ലീഡിങ് കറന്റ് വെൻ ഓവർ എക്സൈറ്റഡ്. ഓക്കെ, ബിഹേവ് ആസ് എ കപ്പാസിറ്റർ. ഇതാണ് ഈ ഒരു സിങ്ക്രോണസ് കണ്ടൻസർ എന്നുള്ളതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. ഒരു സിങ്ക്രോണസ് മോട്ടർ ടേക്കിംഗ് ദ ലീഡിങ് കറന്റ് വെൻ ഓവർ എക്സൈറ്റഡ്, ദെർഫോർ ഇറ്റ് ബിഹേവ് ആസ് എ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? അതിന് ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ. സിങ്ക്രോണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്ന മോട്ടറിനെയാണ് നമ്മൾ സിങ്ക്രോണസ് മോട്ടർ എന്ന് പറയാം. അതിന് ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ റണ്ണിങ് ഓൺ നോ ലോഡ് ഈസ് നോൺ എ സിങ്ക്രോണസ് കണ്ടൻസർ. അപ്പോൾ റണ്ണിങ് ഓൺ നോ ലോഡിൽ റൺ ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? സിങ്ക്രോണസ് കണ്ടൻസർ ആയിട്ട് മാറുന്നത്. ആ സിങ്ക്രോണസ് കണ്ടൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലായിട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ V എന്നുള്ള സമയത്ത് IL എന്നുള്ള വാല്യൂ ഉണ്ട്. ആ സമയത്തുള്ളതാണ് φL എന്നുള്ള വാല്യൂ. അതിനുശേഷം നമ്മൾ സിങ്ക്രോണസ് കണ്ടൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ φ എന്നുള്ള വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഇത് ഇമ്പ്രൂവ് വാല്യൂ അതിന്
ആംഗിൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയതെങ്കിൽ 5 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. By varying the field excitation, the magnitude of current on the motor can be changed by any amount. It helps us to achieve stepless control of power factor. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ ഒരു കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂയിലുള്ള വാല്യൂ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഒരു സിങ്ക്രോണസ് കണ്ടൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് പവർ ഫാക്ടറിൻ്റെ വാല്യൂസ് വേരി ചെയ്യാൻ പറ്റും, വേരി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദ മോട്ടോർ വൈൻഡിങ് ഹാവിങ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ടു ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. പിന്നെ മോട്ടോർ വൈൻഡിങ് എന്തെങ്കിലും തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ, കുറച്ചധികം ഹീറ്റായി കഴിഞ്ഞാലും കുറച്ചധികം വിക്സ്റ്റാൻഡ് ചെയ്യും, അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് വരില്ല. ദ ഫാൾ ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്. അങ്ങനെ. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്നത് മോട്ടോർ ഉപയോഗിക്കുമ്പോൾ മെഷീൻസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് വരും, ലോസുകൾ സംഭവിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്, നോയ്സ് ഉണ്ടാവും. എക്സെപ്റ്റ് ദ സൈസ് എബവ് 500 kVA, ദി കോസ്റ്റ് ഓഫ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ഓഫ് സെയിം കപ്പാസിറ്റർ. ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിനേക്കാളും പ്രൈസ് കൂടുതലാണ്. Synchronous motor has no self-starting torque, therefore an auxiliary equipment has to be provided for this purpose. നമുക്കറിയാം സിങ്ക്രോണസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സിങ്ക്രോണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനിയൊരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്കുള്ളത് ഫേസ് അഡ്വാൻസർ ആണ്. ഫേസ് അഡ്വാൻസർ ഈസ് യൂസ് ടു ഇംപ്രൂവ് ദി പവർ ഫാക്ടർ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ. നമ്മൾ എവിടെയെങ്കിലും ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, ഒരു ഫേസ് അഡ്വാൻസർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫേസ് അഡ്വാൻസർ ആ ഇൻഡക്ഷൻ മോട്ടറിൽ കണക്ട് ചെയ്ത് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡക്ഷൻ മോട്ടർ കാരണം കൊണ്ട് ലാഗിങ് ആവുന്ന പവർ ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും അറിയാം ഒരു ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സോഴ്സാണ് ഏത് പറയുന്നത്, ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇൻഡക്റ്റീവ് ലോഡാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻഡക്റ്റീവ് ലോഡായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, പവർ ഫാക്ടറിനെ അത് കുറയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫേസ് അഡ്വാൻസർ ഉപയോഗിച്ച് ഈ കുറഞ്ഞ പവർ ഫാക്ടറെ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്യാമെന്ന് അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞത്. ദി ലോ പവർ ഫാക്ടർ ഇൻ ഇൻഡക്ഷൻ മോട്ടോർസ് ഡ്യൂ ടു ഫാക്ടർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഡ്രോസ് എക്സൈറ്റിംഗ് കറണ്ട് വിച്ച് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ എന്ത് ചെയ്യും, കൂടുതൽ എക്സൈറ്റിംഗ് കറണ്ട് മേടിച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ സ്വാഭാവികമായിട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദ എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ സം അതർ സോഴ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് കറണ്ട് കൂടുതൽ വലിക്കുന്നതുകൊണ്ടല്ലേ പവർ ഫാക്ടർ കുറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് ആംബിയറിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു നമ്മൾ AC സോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ എന്താകും, ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് വിൽ ബി റിലീവ്ഡ് ഫ്രം ദ എക്സൈറ്റിംഗ് കറണ്ട് ആൻഡ് പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു വേറെ AC സോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ടർ വൈൻഡിങ് കൂടുതലായിട്ട് എന്ത് ചെയ്യില്ല, എക്സൈറ്റിംഗ് കറണ്ട് വലിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പവർ ഫാക്ടർ കുറയാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ദിസ് ജോബ് ക്യാൻ ബി accomplished by the phase advancer which is simply an AC exciter. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, ഒരു AC exciter കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്നു, മെഷീൻ ലാഗിങ് പവർ ഫാക്ടറിൽ തുടക്കം റണ്ണാവേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂസ് കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. പിന്നെ ഇതിന് 2 അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. എക്സൈറ്റിംഗ് ആംബിയർ സപ്ലൈഡ് ടു ദി സ്ലിപ്പ് ഫ്രീക്വൻസി, ദെയർഫോർ ദ KVA drawn by the motor can be reduced. അതാണ് ഫസ്റ്റ്, ആദ്യം തന്നെ പറഞ്ഞു. ദ ഫേസ് അഡ്വാൻറ്റേജ് കൺവെൻഷനലി യൂസ്ഡ് വെൻ ദ യൂസ് ഓഫ് സിങ്ക്രോണസ് മോട്ടർ ഈസ് നോട്ട് അഡ്മിസിബിൾ. അപ്പോൾ എവിടെയാണോ നമുക്ക് സിങ്ക്രോണസ് മോട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത അവിടെ നമുക്ക് ഈ ഒരു ഫേസ് അഡ്വാൻസർ നമുക്ക് ഉപയോഗിക്കാം. മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫേസ് അഡ്വാൻസർ ഈസ് ദാറ്റ് ഈസ് നോട്ട് ഈസ് എക്കണോമിക്കലി ഫോർ 200 HP. 200 HPക്ക് താഴെയുള്ളതിൽ നമുക്ക് ആരെയും ഉപയോഗിക്കാൻ പറ്റില്ല, ഫേസ് അഡ്വാൻസർ ഉപയോഗിക്കുന്നത് എക്കണോമിക്കലി പോസിബിൾ അല്ല. താങ്ക് യു.